അപ്പൊ ഇന്ന് നമ്മള് അനഘയുടെ ഹാപ്പി ബർത്ത്ഡേ ആണ്, ഇന്നല്ല നാളെ. അപ്പൊ നമ്മളിപ്പോ എന്തിനാ വന്നേക്കുന്നത്? അനഘയ്ക്ക് സർപ്രൈസ് കൊടുക്കാൻ. അനഘയൊന്നും അറിഞ്ഞിട്ടില്ല. അനഘ ഇപ്പൊ സർപ്രൈസ് ആയിട്ട് മോർണിംഗ് കാണുന്നത്. ഞങ്ങൾ ഫുഡ് കഴിച്ചിരിക്കുന്ന ചുമ്മാ നിൽക്കുമായിരുന്നു. അപ്പൊ ഞങ്ങൾ പെട്ടെന്ന് ക്യാമറ ഓൺ ആക്കി. അപ്പൊ അനഘയ്ക്കുള്ള സർപ്രൈസ് എന്താന്ന് പറഞ്ഞാൽ അനഘയ്ക്ക് തന്നെ അനഘയുടെ സർപ്രൈസ് തീരുമാനിക്കാം. അതാണ് അനഘയുടെ സർപ്രൈസ്. അപ്പൊ ഒരു ഗെയിമാണ് നമ്മളിവിടെ കളിക്കാൻ പോകുന്നത്. ഗൈസ്, നമ്മൾ അനഘേനെ അവിടെ വെയിറ്റ് ചെയ്യിപ്പിച്ചോണ്ടിരിക്കണം. കാരണം ഞങ്ങൾക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ആ ഗെയിമിന്റെ ഒരു പോർഷൻ നമുക്ക് എക്സാം ആയതുകൊണ്ട് നമുക്ക് സമയം കിട്ടിയില്ല അതിന്. അവരെന്തോ കാണിച്ചോണ്ടിരിക്കുന്നുണ്ട്, എനിക്ക് അറിയാൻ പാടില്ല. എന്നോട് ഈ സംഭവം ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇതാണ് നമ്മുടെ ഗെയിം. നമ്മുടെ കയ്യിൽ കുറച്ച് കാർഡ്സ് ഉണ്ട്. അപ്പൊ ഇതിന്റെ അകത്തുനിന്ന് നമ്മൾ ഓരോ സെക്ഷൻ ആയിട്ട് അനഘയ്ക്ക് പിക്ക് ചെയ്യാൻ കൊടുക്കും. അനഘയ്ക്ക് തന്നെ സെലക്ട് ചെയ്യാം അനഘയ്ക്ക് എന്ത് വേണോ എന്നാണ്. ഞങ്ങളുടെ കയ്യിൽ ഒരു ബഡ്ജറ്റ് ഉണ്ട്. അതിൽ അനഘ ഇത് സെലക്ട് ചെയ്യും അനഘയ്ക്ക് എന്ത് വേണം എന്നുള്ളൊരു സാധനം. അപ്പൊ അതിന് മുന്നേ ഇതിന്റെ ഫസ്റ്റ് ഗെയിം ഇതിന്റെ അകത്തുനിന്ന് ഒരു കാർഡ് എടുക്കാനൊക്കെ. ഇനി ഞാൻ ക്യാമറ തിരിച്ച് കാണിച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ കയ്യിൽ 2 ബ്ലൂ കാർഡ്സ് ആണ് ഉള്ളത്. ഇതിന്റെ അകത്തുനിന്ന് ഒരു കാർഡ് എടുക്കുക. തിരിഞ്ഞു. അപ്പുറത്ത് എന്തായിരുന്നു? അപ്പുറത്തത് ചെടിയായിരുന്നു. അതെന്തോ രക്ഷപ്പെട്ടു. ചെടിന്നായിരുന്നെങ്കിൽ അല്ല 2 യൂറോയ്ക്ക് സാധനം വാങ്ങി. 1 യൂറോ ഷോപ്പ്. കാരണം ഞങ്ങളൊന്നും വാങ്ങില്ല. ഇനി നമുക്ക് 2 കാരണം ആദ്യം നമുക്ക് നമ്മുടെ ഓഡിയൻസിനെ കാണിക്കണം എന്തൊക്കെയാന്ന്. ഇത് രണ്ടുമാണ്. അനക്ക് ഏത് ചൂസ് ചെയ്ത് നോക്കാം. നമുക്ക് ഭാഗ്യമുണ്ട്. വീണ്ടും അതിലും ലാഭകരമായ ഒരു കടയായിരുന്നു പ്രിമാർക്ക്. അത് പക്ഷേ ഞങ്ങൾക്കിത് ലാഭക്കച്ചവടമാണെന്ന് തോന്നുന്നില്ല. എനിക്കിത് നഷ്ടമായിരിക്കും തോന്നുന്നു. ഗൈസ്, ഞാൻ യെല്ലോയും റെഡും ആണ് കയ്യിലുള്ളത്. അപ്പം പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാം. Oh my god, too expensive. ഡൈഷ്മാൻ. ഇതാണ് ഡൈഷ്മാൻ. നിൽക്കുന്നുണ്ട്. ഡൈഷ്മാനാണ് അല്ലെങ്കിൽ എടുത്തേക്കുന്നത്. ഇത് കണ്ടെന്ന് തോന്നുന്നു. അടുത്ത നമ്മള് DM ആണ് ലാഭം ഉണ്ടാക്കി. ഇത് റോസ്മാൻ ആയിരുന്നു. ഇത് ഒറ്റൊരു ഗിഫ്റ്റ് ഉള്ളു. ഇതിനെല്ലാം ഗിഫ്റ്റ് കൊടുക്കാനും പറ്റില്ല. ഇതിന് ഏതൊരു ഒരു കടയിൽ നിന്നായിരിക്കും അവള് ഇന്ന് അവളുടെ ഗിഫ്റ്റ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. ടൈമിംഗ് കൊടുക്കും. ആ ടൈമിങ്ങിനുള്ളിൽ ഇത്ര ബഡ്ജറ്റിനുള്ളിൽ അവള് സാധനം പർച്ചേസ് ചെയ്തിട്ട് വരണം. ഇതാണ് നമ്മുടെ ഇന്നത്തെ ടാസ്ക്. ഓക്കെ, സോ ഇതിന്റെ ഉള്ള ഒരു ആഗ്രഹം എന്നതാ? ഏത് കിട്ടണമെന്നാ? എന്നാലും DM-ലാണെങ്കിൽ നമുക്ക് കോസ്മെറ്റിക്സ് ആയിരിക്കും കിട്ടുന്നത്. ന്യൂയോർക്കർ ആണെങ്കിൽ ഡ്രസ് ആയിരിക്കും. ഡൈഷ്മാൻ ആണെങ്കിൽ ചെരുപ്പായിരിക്കും. പിന്നെ ഓർമ്മ ഏതാ? TK Maxx-ലെല്ലാം അത്യാവശ്യം എല്ലാം തന്നെ കിട്ടും. ബ്യൂട്ടി പ്രോഡക്ട്സും കിട്ടും. ആഗ്രഹം എന്താണെന്നുള്ളത് പ്രേക്ഷകർ ഡ്രസ് ആയിരിക്കില്ലേ അവർക്ക് കിട്ടുന്നത്. അവർക്ക് ഡ്രസ് മേടിച്ച ആഗ്രഹം ഉണ്ടെന്ന്. അപ്പം ഓക്കെ, കണ്ണോട്ടിക്കോ. ഓക്കെ, ഒരു എണ്ണം എടുത്തോ. തൊട്ടോ 4 കാർഡ്. TK Maxx. പക്ഷെ TK Maxx-ല് ഡ്രസ്സും ഉണ്ട്, ചെരുപ്പുണ്ട്, കോസ്മെറ്റിക്സ്. ഗൈസ്, നമ്മൾ ഇനി ഇവിടെ നിന്ന് TK Maxx-ലോട്ട് പോവാണ്. ഇനി അനേക്ക് അവിടെ ചെന്ന് നമ്മൾ ടൈം കൊടുക്കും, നമ്മൾ ബഡ്ജറ്റ് കൊടുക്കും, ഓടിപ്പോയി എടുത്തോളാം. അത്രേ ഉള്ളൂ. ആ ടൈമിനുള്ളിൽ എന്തെടുക്കുന്നോ അത് അവർക്ക് കിട്ടും. അതിപ്പം ഞങ്ങൾ പറയുന്ന ബഡ്ജറ്റിലുള്ള സാധനം അതിൽ കൂടി പോയി ഞങ്ങൾക്ക് താങ്ങൂല. ബഡ്ജറ്റ് കൂടി കഴിഞ്ഞാൽ നമ്മൾ ആ സാധനം ഗിഫ്റ്റേ പോകും. ഗൈസ്, നമ്മൾ TK Maxx-ന്റെ ഫ്രണ്ടിലെത്തി. ഞങ്ങൾ രണ്ടുപേരും കൊണ്ട് ടൈം ഡിസ്കസ് ചെയ്തു, ബഡ്ജറ്റ് ഡിസ്കസ് ചെയ്തു. ഇതിലൊന്നും ഞങ്ങൾക്ക് ശരിക്കും ടൈം കിട്ടിയിട്ടില്ല. ഇവിടെ വന്നിട്ട് ഞങ്ങളൊരു പെട്ടെന്നുള്ളൊരു പ്രിപ്പറേഷൻ ആയതുകൊണ്ട്. അപ്പൊ അനയ്ക്കുള്ള ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 15 മിനിറ്റ് ആണ്. വെറും 15 മിനിറ്റ് അല്ല, അത് അത്യാവശ്യം നല്ല ടൈം ഉണ്ട്. ഇനി ബഡ്ജറ്റ് എന്ന് പറയുന്നത് കറക്റ്റ് 40 യൂറോസ്. 40 യൂറോസിൽ 15 മിനിറ്റിൽ ഈ കടയിൽ അതായത് എല്ലാം ഉണ്ട്. മേക്കപ്പ് ഐറ്റംസ്, ഡ്രസ്, ചെരുപ്പ്, ഫുട്വെയർസ് എല്ലാം ഉണ്ട്. ഇപ്പം ഇപ്പൊ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലോട്ട് ഓടാം. കാരണം ഇതിൽ നിന്ന് എല്ലാത്തിന്റെയും കൂടെ ഒരു ഇതായിരുന്നു, കൺക്ലൂഷൻ ആയിരുന്നു ഇത്. കാരണം ഇതിന്റെ അകത്ത് എല്ലാം കിട്ടുമായിരുന്നു. ഞങ്ങൾ ആ സത്യം അങ്ങനെ ഓടിയില്ല ഞങ്ങളുടെ തലയിൽ. അപ്പൊ നമുക്ക് അനഘയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി അനഘേനെ നമുക്ക് ഓടാൻ വിടാം.
ടൈമർ വെക്കുന്നുണ്ടോ? ആ ടൈമറുണ്ട്. ഇതാണ് നമ്മുടെ കട. ഇത് കണ്ടോ, ഇതിൻ്റെ അകത്ത് ഈ ഒരു സെക്ഷനിൽ നമുക്ക് ബ്യൂട്ടി കോസ്മെറ്റിക്സ് ഐറ്റംസ് ആണ് ഇവിടെ ഫുൾ കിടക്കുന്നത്. അനക്ക് നമ്മുടെ ടൈം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. 1 2 3 അനക്ക് ഓടിക്കും. ഈ ഒരു ഏരിയ ഫുൾ കോസ്മെറ്റിക്സ് ആണ്. ഈ ഒരു അവിടെ എന്തോ ഒരു സാധനം കണ്ണും പൂട്ടി എടുത്തു. ഇത് എന്താന്ന് പോലും ഒക്കെ അറിയില്ല. ഇല്ല ഗൈസ്, അനഘേനെ കാണുന്നില്ല. അനക്ക് കുറെ നേരം അനഘ എങ്ങോട്ടൊക്കെ ഓടുന്നുണ്ട്. ഇടയ്ക്ക് ഞങ്ങളുടെ അടുത്ത് തന്നെ തിരിച്ചു വരുന്നുണ്ട്. ഇപ്പൊ 27 സെക്കൻഡ് ആയതേ ഉള്ളൂ. 22 മിനിറ്റും 29 സെക്കൻഡ്. അനഘേനെ കാണുന്നില്ല. അനക്ക് കുറെ നേരം ഈ ബ്യൂട്ടി സെക്ഷനിൽ നടക്കുന്നുണ്ടായിരുന്നു. ഈ ബ്യൂട്ടി സെക്ഷനിൽ പെട്ടെന്ന് അത് ആക്ച്വലി ഞങ്ങൾ ഇവിടെ സ്റ്റക്ക് ആയതുകൊണ്ട് ഞങ്ങൾക്ക് അനഘയുടെ പുറകെ ഓടാൻ പറ്റുന്നില്ല. ടൈം ആകുമ്പോഴത്തേക്ക് പയ്യെ അനഘേനെ ഓടി കണ്ടുപിടിക്കാം. അനഘ ഓടി ക്ഷീണിച്ച് ഒരു ഹൈലറോണിക് 8 യൂറോ ആയതേ ഉള്ളൂ. അനഘ തിരിച്ചു വന്നിരിക്കുകയാണ് വീണ്ടും. അനഘയ്ക്ക് ഒന്നും കിട്ടുന്നില്ലെന്നാ പറയുന്നത്. അനഘ എല്ലാ ഏരിയയും കവർ ചെയ്തോ അനഘ? ഇവിടെ ഈ ഒരു സെക്ഷനിൽ തന്നെ അത്യാവശ്യം നല്ല ബ്രാൻഡഡ് ഐറ്റംസ് എല്ലാം ഉണ്ട്. ഇവിടെ കോസാറക്സ്, ബ്യൂട്ടി ഓഫ് ജോൺസ്, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ. എന്നിട്ടും അനഘയ്ക്ക് എന്തുകൊണ്ട് കിട്ടുന്നില്ല? അത് AHA ബ്ലാക്ക് ഹെഡ് സൊല്യൂഷൻ. അനഘ ചൂസ് ചെയ്തോ അനഘ? സമയമുണ്ടല്ലോ, ഞാൻ നോക്കട്ടെ. നദാനി, അനഘ ഏകദേശം ഒരു കൺക്ലൂഷനിൽ എത്തിയിരിക്കുകയാണ്. അനഘ 29.99 ഒരു ബ്യൂട്ടി ട്യൂൾ എടുത്തിരിക്കുകയാണ്. അപ്പൊ ബാക്കിയെല്ലാം ഉപേക്ഷിച്ചു. അത് നല്ലൊരു തീരുമാനമായിട്ടാണ്. ഇത് ഓൾറെഡി നിങ്ങളുടെ വീട്ടിൽ അത് ഞാൻ നാട്ടിൽ കൊണ്ടുപോയില്ലേ? രണ്ടുപേർക്കും യൂസ് ചെയ്യാലോ. ഞാൻ നാട്ടിൽ കൊണ്ടുപോയിരുന്നു. അത് നല്ലതായിരിക്കുമല്ലേ? ഇവിടെ നല്ലത് മാത്രമേ ഇടുള്ളൂ. നമ്മുടെ ടൈം ഇവളുടെ ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ഒരു ഷോപ്പിങ്ങിന് ഇറങ്ങാൻ. അതെ, ഞങ്ങളുടെ കണ്ണിങ്ങനെ എല്ലാത്തിലും ഇങ്ങനെ നിൽക്കുവാണ്. ഈ സാധനം കണ്ടോ, ഇത് സ്ക്രബ്ബർ. ഇത് ട്രീ ഹെഡിന്റെ സ്ക്രബ്ബർ അല്ലേ? കൊറേ കേട്ടിട്ടുണ്ട്. ഈ മറ്റേ ASMR വീഡിയോ ഇല്ലേ, അതിൻ്റെ അകത്തെല്ലാം ട്രീ ഹെഡാ. പക്ഷേ നമ്മുടെ മറ്റേ അങ്ങനെ അനഘയുടെ ടൈം ഏകദേശം തീരാറായി. 2 മിനിറ്റും കൂടെ ഉണ്ട്. അവളിപ്പോഴും ഈ ഒരു സാധനം പിടിച്ച് ഇവിടെ കറങ്ങി തിരിഞ്ഞ് നടക്കുകയാണ്. കഴിഞ്ഞ ബർത്ത്ഡേക്ക് നദാനിക്ക് നമ്മളൊരു ഹെയർ ടൂളാണ് വാങ്ങിക്കൊടുത്തത്. ഇത് വാങ്ങുവാനുള്ള ഏറ്റവും ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോണിയ ജെയിംസിന് ഇത് ഉപയോഗിക്കാം. അതാണ് ഏറ്റവും ഒരു പോസിറ്റീവ്. യൂസ് ചെയ്യാം. ഞാൻ ഓൾറെഡി ഒരു എന്തെങ്കിലും ഒരു ഹെയർ സ്റ്റൈലിംഗ് ടൂൾ വാങ്ങാനുള്ള പോലത്തെ ഒരു ബാഗ് ഇവിടെ തപ്പിയിരുന്നു. പക്ഷെ അത് പ്രിമാർക്കിലുള്ളതുമില്ല. അവളെടുത്ത 2 ക്രീമുകൾ എന്തൊക്കെയോ എടുത്തുകൊണ്ട് വന്നായിരുന്നല്ലോ. ഇതൊക്കെ അവള് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് വാങ്ങിയില്ലല്ലോ നിന്റെ മുടി. സോ അത് വെച്ച് ചെയ്തിട്ട് ഇതെടുക്കുക. അതാകുമ്പോ നമുക്കും പറ്റും. പക്ഷെ എനിക്ക് അന്ന് മേടിച്ച സംഭവം സെറ്റ് ആയിരുന്നല്ലേ? അത് നമ്മള് സലാൻഡോ അത് നമുക്ക് ബ്ലാക്ക് ഫ്രൈഡേ സെയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഗുണം എന്റെ ബർത്ത്ഡേക്ക് ഉണ്ട്. ഇങ്ങനെ 29 തല തിരിച്ചാ പിടിച്ചേക്കുന്നത്. 29 29.99 30 യൂറോ. 30 യൂറോയ്ക്ക് 10 യൂറോ നമുക്ക് ലാഭമാക്കി തന്നേക്കുവാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ടൈം അതിക്രമിച്ചു. മതി. അപ്പൊ നമ്മള് ബർത്ത്ഡേ ഗിഫ്റ്റ് സെലക്ട് ചെയ്തിരിക്കുകയാണ് ഗൈസ്. നമ്മൾ സ്റ്റോപ്പ് ചെയ്തു 14:55. വേറെ ഒന്നും വേണ്ടെന്നാണ് അനഘ പറയുന്നത്. ഞങ്ങൾ പറഞ്ഞു 40 യൂറോയ്ക്ക് ബാക്കി ഉണ്ടായിരുന്ന ഈ 2 സാധനവും കൂടി എടുക്കാനായിട്ട്. പക്ഷെ അനഘയ്ക്ക് ഇത് മാത്രം മതി എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് എക്സ്പെൻസിനോട് അവർക്ക് താല്പര്യമില്ലെന്നു. അങ്ങനെ അപ്പൊ നമ്മള് അനഘയുടെ ബർത്ത്ഡേക്കുള്ള ഗിഫ്റ്റ് സെലക്ട് ചെയ്തിരിക്കുകയാണ് ഗൈസ്. അപ്പൊ നമുക്കിത് ബില്ലടിക്കാം. അനഘയ്ക്ക് കൈമാറാവുന്നതാണ്. അതിന് മുന്നേ അപ്പൊ ഞങ്ങൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് നമുക്കിനി ഇത് ബില്ലടിക്കാൻ പോകാം ഗൈസ്. അപ്പം അനഘയുടെ ബർത്ത്ഡേ ആണ്. രാത്രി 12 മണി ജസ്റ്റ് ഒന്ന് കഴിഞ്ഞു. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തു വരെ പോയതായിരുന്നു. കുറച്ച് സാധനം വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങാൻ പോയതാണ്. അപ്പം ഇപ്പം ഞങ്ങൾ വീട്ടിൽ കയറാൻ പോകണം. അപ്പം അനഘേനെ നമുക്ക് വിഷ് ചെയ്യണം. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ആയിട്ടില്ല കേട്ടോ. ഇനി കുറച്ച് ഡെക്കറേഷൻ ഒക്കെ ചെയ്യാനുണ്ട്. ഗൈസ്, ഇത് S4 എന്നല്ല, ഇത് 24 എന്നാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. ഇരിക്കുമ്പോ ഒരു S4 പോലെ ഉണ്ടല്ലോ. സീസൺ 4. എനിക്കത് തിരിച്ചും മറിച്ചും ആലോചിച്ചിട്ട് ആ ഒരു ടെക്നിക്ക് മനസ്സിലായില്ല. ഇപ്പൊ നദാനി വന്ന് തിരിച്ചു വെച്ചപ്പോ കുറച്ച് ഐഡിയ കിട്ടി. അപ്പം ഞാൻ കുറേ നേരം S4 നോക്കി നിൽക്കുവാ. S4
നമ്മൾ നേരത്തെ വെച്ചിട്ടേ ഗൈസ് ഇപ്പൊ നമ്മൾ ബർത്ത്ഡേ നമ്മുടെ 4 ഒന്ന് ചെറുതായിട്ട് പൊട്ടിപ്പോയി. അത് നമ്മൾ സെല്ലോട്ടേ പോയി അഡ്ജസ്റ്റ് ചെയ്യണം. പക്ഷെ നമുക്ക് S ഉണ്ട്, അല്ല 2 ഉണ്ട്, നമുക്ക് വലിയൊരു 2 ഉണ്ട്. ഓക്കെ ഗൈസ് നമുക്ക് പോകാം ഗൈസ്. അപ്പം നമ്മള് യാത്രയാവാൻ പോണം. അവന്മാരെ കാണിച്ചേ ഗൈസ്, ഇവരുണ്ട്. ഗൈസ് നമുക്ക് ബർത്ത്ഡേ ഉണ്ട്, 24 ഉണ്ട്. ഗൈസ് അനക ഇമോഷണൽ ആയിട്ട് കരയുവാണ്, അതുകൊണ്ട് ഞാനത് ഷൂട്ട് ചെയ്യും. അനക കരയുവാണ്, ഞാൻ ഷൂട്ട് ചെയ്യുന്നില്ല. കാരണം ഞങ്ങൾക്കൊരു ഇമോഷണൽ കാര്യം ഞങ്ങളുടെ വ്ളോഗിൽ കൂടെ ഷെയർ ചെയ്യാൻ താല്പര്യം. അനക ഭയങ്കര കരച്ചില്, എന്താണെന്നറിയില്ല, അവള് ഭയങ്കര കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു ഒഴുകുക. ഞങ്ങളുടെ സർപ്രൈസ് ഭയങ്കരമായിട്ട് അനകയ്ക്ക് ഇഷ്ടപ്പെട്ടു. ഒടിഞ്ഞു കിടക്കുന്ന നാളെ, അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അവൾക്ക് ഇതുവരെ പ്രായം അത്ര ആയിട്ടില്ലെന്നാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. ഇവിടെ ബർത്ത്ഡേ എല്ലാരും വിഷ് ചെയ്തേ. ആരെങ്കിലും കേക്ക് മുറിക്കാമോ? എല്ലാരും പാട്ട് പാടാൻ പാട്ട്